ഇന്നലെ ഇട്ടായിരുന്നു, സീന് വന്നില്ല. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടില്ല. എന്താണ് ഇഷ്ടപ്പെട്ടില്ല? ലൈവാണോ അതോ എന്നെയാണ്? ഈ ലൈവിനകത്തൊരു ഇതുണ്ട് സംഭവം. ആരും ഇഷ്ടപ്പെടില്ല. ഇതുവരെ മച്ചാൻ പറ്റിച്ചു. ഇനിയും മച്ചാനെയും ആരും ഇഷ്ടപ്പെടില്ല. ഇതുവരെ മച്ചാൻ പറ്റിച്ചു. എടാ ജാനു, ജാനു എത്തി. എടാ ജാനു, ഇടാ നീ കണ്ടിട്ടില്ല? ഇതാണ് നീ പറഞ്ഞില്ല ഞാൻ ഇരുട്ടത്താണ് ഒളിച്ചിരിക്കുകയാണെന്ന് പറയും. ഇനി നീ പറയരുത്. ഇതാണ് കണ്ടല്ലോ ജാനു, മച്ചാനെ കണ്ടല്ലോ. നീ കണ്ട് കൺകുളിർക്കെ കണ്ടോളൂ. ഇനി ലൈക്ക് അടിച്ച് കയറി പറ പറ. ഇനി പറയരുത്, പരാതി പറയരുത്. ഞാൻ ഇരുട്ടത്ത് ഞാൻ ഒളിച്ചു കളിക്കാന്ന് പറയരുത്. മച്ചാന്റെ വിശ്വരൂപം കണ്ടല്ലോ. ഇനി ആരും പറയരുത്. പറ പറ. ചേട്ടാ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സമയമായി. 20 ലൈക്ക് ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചാലോ നീ. ലൈവ് ഇഷ്ടപ്പെട്ടില്ലേ? നാളെ തൊട്ട് നമുക്ക് നമ്മുടെ നോർമൽ ലൈവ് വരുന്നത്. ഇത് ഈ ലൈവ് ഇട്ടതിൻ്റെ ഒരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. സംതിങ് ഈസ് പേഴ്സണൽ. യു അണ്ടർസ്റ്റാൻഡ്? ഇത്രയും നാൾ മച്ചാൻ ഫോട്ടോയാണ് എല്ലാവരും ഇഷ്ടപ്പെട്ടത്. അതായിരിക്കും എല്ലാവരുടെയും മനസ്സിൽ, അല്ലേ? ഇത്ര നാള് മച്ചാനെയാണ് നിങ്ങൾ കണ്ടത്. ശരിക്കുള്ള മച്ചാനെ ഇപ്പോഴാണ് നിങ്ങൾ കാണുന്നത്, അല്ലേ? നീ എന്നിട്ട് മോദി പെൺപിള്ളേരായിട്ട് വേഷം കെട്ട് ഭ്രാന്ത്. അതൊക്കെ മച്ചാന്റെ ഒരു നമ്പറല്ലേ ജാനു? ലൈക്ക് അടിച്ച് ഞാൻ പോണ്. അച്ചോടാ അങ്ങ് ഓടുവാണോ ജാനു? അല്ല സീനു ഓടുവാണോ? സീനുവിനെ എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. ചിന്നു മച്ചാന്റെ ഗ്ലാമർ കണ്ട് ഓടുകയാണ്. മച്ചാന്റെ ഗ്ലാമർ ഇല്ലാത്തോണ്ടായിരിക്കും ഓടുന്നത്. ഇതാണോ മച്ചാൻ പറയുന്ന ജാനു? ഇതാണ് ഞാൻ പറഞ്ഞ ജാനു. ശോഭാ സുരഭി, ഇതാണ് ഞാൻ പറഞ്ഞ ജാനു. ദാറ്റ് ഈസ് ജാനു. ഇതാണ് ആ അവതാരം. ഇവിടെ എവിടെയാ ഞാൻ ലൈക്ക് അടിക്കണ്ടേ? എൻ്റെ തലയിൽ ഒന്ന് ജസ്റ്റ് ബാക്ക് അടിക്കുക, അപ്പൊ അവിടെ ലൈക്ക് കാണും. മനസ്സിലായോ? അച്ഛനെ ഇത് ആൾക്കാരെ ലൈക്ക് അടിക്കാതെ പോകും. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ട്. ലൈക്ക് അടിക്കാൻ അതൊരു സംഭവം ഉണ്ട്. പക്ഷെ ഇത് നമ്മുടെ ചാനലിന് ആവശ്യമുള്ള ഒരു സംവിധാനം ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ലൈവ് ഇട്ടത്. മനസ്സിലായോ? അത് വഴിയെ മനസ്സിലായിക്കോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും. ഇവനൊരു അപ്പൂപ്പനാ ഫ്രണ്ട്സ്. ഇവനൊരു അപ്പൂപ്പനാ ഫ്രണ്ട്സ്. ഇവനെ നമ്മളെല്ലാവരും പറ്റിക്കുകയായിരുന്നു. പ്രാന്ത. എടാ പ്രാന്ത, നീ എന്നെ അപ്പൂപ്പനാക്കിയ. ഞാനൊരു കൊച്ചു ചുള്ളനാ. നീ എന്നെ അപ്പൂപ്പനാക്കിയ. ബ്ലഡി ഫൂൾ. ആർക്കും അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും പോവാ, ഞാനും പോവാ. ബൈ. അയ്യോ അയ്യോ ഈശ്വര. ശോഭ സത്യം. ചിന്നു പറഞ്ഞ കേട്ടോ, ഇവര് രണ്ടുപേരും പറഞ്ഞാണ്ട ഞാൻ ഇവരെ പറ്റിക്കരുത്, ഞാൻ കിളവനാണെന്ന്. നോക്കടേ, എന്നെ കണ്ട ഒരു അപ്പനായിട്ട് തോന്നോ? ഞാനൊരു കൊച്ചു ചുള്ളനല്ലേ? ഈ കൊച്ചു ചുള്ളന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് ഞാനൊരു അപ്പൂപ്പനാണെന്ന്. ഒരു മനസാക്ഷി വേണ്ടേ ജാനു, സീനു, ചിന്നു? ഈ മുഖത്ത് നോക്കിയിട്ട് പറ. ഒരു കൊച്ചു ചുള്ളനല്ലേ ഞാൻ? എന്നെ കണ്ടാ തോന്നും അങ്ങനെ? എനിക്ക് 17 ഞാൻ. റിഷാദ് എത്തിയിട്ടുണ്ട്. റിഷാദെ മുത്തേ ലൈവിലേക്ക് സ്വാഗതം. വരൂ. എനിക്ക് വയ്യായേ. റിഷാദെ, ഈ രണ്ട് സീനുവും ജാനുവും ഇവരൊക്കെ പറയണേ എന്നെ കണ്ടിട്ട് എന്നെ കളിയാക്കുന്നു, ഞാൻ പറ്റിക്കായിരുന്നു. എന്നെ കണ്ട ഒരു കൊച്ചു ചുള്ളനായിട്ട് തോന്നത്തില്ലേ? ചിന്നു ഹലോ എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ റിഷാദ്.